എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രൻ ആൾപ്പാടെ കട്ടക്കൽപ്പി നിൽക്കുവാണ്. ഈ സമയം രാജലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, എടാ മോനെ നീ എന്താടാ ഇങ്ങനെയെന്ന് ചോദിക്കുക. പിന്നെ അല്ലാതെ ആ നിഖില് ശരിക്കും പറഞ്ഞാൽ ചതിച്ചാന്ന് പറയാണ്. അവളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു പറ്റിച്ചെന്ന് പറയാ. ഇത് കേട്ടോ വിശ്വം പറഞ്ഞു, ദേട്ടാ ഇനിയെങ്കിലും നന്നാവും നോക്കുക, അല്ലാതെ എന്നെ കൊല്ലാൻ തുടങ്ങിയതുകൊണ്ടോ കൊന്നിട്ടോ ഏട്ടന് ഇനി ഒരു രക്ഷയുണ്ടാവും തോന്നില്ല. ഇത് രാജലക്ഷ്മി പറഞ്ഞു, ഇതേ വിശ്വം നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറയണം. ഓ അമ്മയ്ക്കിപ്പം ഞാൻ പറയുന്നത് മാത്രമായിരിക്കും തെറ്റ്, അമ്മയുടെ മൂത്ത മോൻ കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുക. ഒന്നും മിണ്ടാതിരിക്കാൻ രാജലക്ഷ്മി ദേഷ്യപ്പെടുവാണ്. ആ സമയം അംബിക വന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു, എടാ മോനെ നിനക്ക് ഇനിയും സമയമുണ്ട് നന്നാവാനായിട്ട്. നീ ഇങ്ങനെ ഒക്കെ കാണിച്ചാണോ ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കുന്നത്? എടാ സ്നേഹത്തോടെ വേണം കീഴടക്കാനായിട്ട്, അല്ലാതെ ഇങ്ങനെ ഒരു പെണ്ണിന്റെ ഒക്കെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആരടാ നിന്റെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുക. അതങ്ങോട്ട് ഇന്ദ്രനെ ഇഷ്ടപ്പെട്ടില്ല. ഇന്ദ്രൻ പെട്ടെന്ന് അംബികയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അതെ സ്നേഹത്തോടെ കീഴടക്കട്ടെ നിങ്ങളെ, ഞാൻ നിങ്ങളുടെ കർണത്തിലോട്ട് നാളെ അങ്ങോട്ട് പൊട്ടിക്കട്ടെ, കണ്ണിക്കൂടെ അങ്ങോട്ട് പൊന്നീച്ച് പുറത്തട്ടെ എന്ന് ചോദിക്കണം. ഓഹോ നീ ഒരു കാലത്ത് നന്നാൻ പോലിടാ, നിന്റെ ഈ സ്വഭാവം വെച്ചിട്ട് കണ്ടു നിനക്കിനി അധപതനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അല്ലെങ്കിലും അതെ നിന്നെപ്പോലുള്ള ഒരുത്തനെ പ്രസവിച്ച ഇവളെ ഉണ്ടല്ലോ, ഇവളെ ആദ്യം പിടിച്ചിട്ട് തല്ലണം. ഇവളാ നിന്നെ ഇത്രമാത്രം വഷളാക്കിയത്. ഞാൻ കയറി പോവാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അംബിക അങ്ങോട്ട് കയറി പോകണം. അംബികയ്ക്ക് മനസ്സിലായി പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇന്ദ്രന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും. ആ സമയം രാജലക്ഷ്മിയുടെ അടുത്ത് നിന്നിട്ട് ഇന്ദ്രൻ പറഞ്ഞു, അമ്മേ എനിക്ക് സാധിക്കുന്നില്ല അമ്മേ, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് ഇത് ആ പല്ലവീനെ അവളെ എനിക്ക് വേണമേ, അവളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പല്ലവിയെ എനിക്കിവിടെ കിട്ടണം. അതിന് വേണ്ടിയിട്ടമ്മ ഞാൻ ഈ കളികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാം. രാജേഷ് പറഞ്ഞു, എടാ മോനെ വേണ്ട ഒന്നിനും പോകണ്ടെന്ന് പറയണം. അമ്മയ്ക്കിത് പറയാം, പക്ഷേ എങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി പോവാണ്. ആ സമയം ആകെപ്പാടെ കരഞ്ഞു വിഷമിച്ചിരിക്കുക പൂർണ്ണിമയുടെ അടുത്ത് സ്വാതി ഋതു പ്രതാപനുണ്ട്. സ്വാതി പറഞ്ഞു, അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു കാര്യമില്ല എന്ന് പറയാം. അതെ സംഭവിച്ചൊക്കെ സംഭവിച്ചു പോയി, അമ്മ ഇനിയിപ്പോൾ സങ്കടപ്പെടുത്തിരുന്ന അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയണം. പ്രതാപൻ പറഞ്ഞു, അത് ചേച്ചി എന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കണേ, എല്ലാത്തിനും കാരണം ആ സേതുമാധവനാ, അവൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നേ. അന്നേ അവൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണമായിരുന്നു. ഒരു പാമ്പിന് തന്നെയാണല്ലോ പാലൂട്ടി വളർത്തിയത്. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അന്നങ്ങോട്ട് ഇറക്കി വിടുമായിരുന്നെങ്കിലോ. അപ്പം തേനെ പാലേ കരളേന്നും പറഞ്ഞ് പെരക്കകത്തേക്ക് ഏറ്റു വെച്ചു. ഇപ്പം അവസാനം അവൻ നല്ല കൊത്തും കുത്തിയിട്ട് അങ്ങോട്ട് പോയല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ മാധവേട്ടൻ്റെ ആഗ്രഹപ്രകാരം മാധവേട്ടനാണ് പോലും ഇതേ ഇവനെ പോലെയുള്ള ഫ്രോഡിനേക്ക് ആദ്യം ഇറക്കി വിടണമായിരുന്നു. അല്ലെങ്കിലും അവൻ ഇവിടെ എന്താ അവകാശം ഇരിക്കുന്നേ? നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു പോകലായിരുന്നോ? ഒരു പക്ഷെ അവൻ ഇവിടെ ഇല്ലായിരുന്നു ഈ കല്യാണം പോലും നടക്കില്ലായിരുന്നു പറയണം. ഋതു പറഞ്ഞു, ശരിയമ്മേ, എന്തിനാ ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് പറയണം. ആ സേതുമാധവനെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച ഏറ്റവും കുഴപ്പമായത് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അയാളെ കല്യാണം ഏൽപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു പറയാം. സ്വാതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ചേച്ചിയുടെ ജീവൻ നശിച്ചുപോയി, അവനെപ്പോലെ ഉള്ളതിനെ കല്യാണം കഴിക്കേണ്ടി വന്നില്ലെന്ന് ചോദിക്കണം. പ്രതാപൻ പറഞ്ഞു, ഈ ബന്ധം ഒരിക്കലും അംഗീകരിക്കില്ല ചേച്ചി, അവറ്റകളെ ഈ പടിക്കകത്തേക്ക് പോലും കേട്ടില്ല, എങ്ങോട്ടാ പോണേന്ന് നമുക്കറിയാലോ എന്നൊക്കെ സംസാരിക്കണം. അപ്പോൾ പൂർണ്ണിമയുടെ മനസ്സിലിങ്ങനെ എരിപൊരി കയറ്റി കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്കാണ് പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടെ. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് വന്നത് അച്ചു ശ്രീഹരിയും കൂടി ആയിരുന്നു. ആ കാഴ്ച കണ്ട് പൂർണ്ണിമ പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ്. ഒരു കൊടുങ്കാറ്റ് പോലെ ഹാളിലേക്ക് ചെല്ലുവാണ്. ആ പുറകെ തന്നെ പ്രതാപൻ ഋതു സാധി എല്ലാവരും കൂടെ വന്നു. അങ്ങനെ അച്ചുവും ശ്രീഹരിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴത്തേനും പൂർണ്ണിമ പറഞ്ഞു, അതെ അവിടെ നിൽക്കാൻ പറയാണ്. ഇത് കേട്ടതും ഒരു നിമിഷം അവിടെ നിന്നു. ഒരടി പോലും മുന്നോട്ട് വെക്കലെന്ന് പറയാണ്. എന്ത് ധൈര്യത്തോടു കൂടിയാടി നീ ഇവനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അച്ചൊന്നും മിണ്ടിയില്ല. നിനക്ക് വേണേ തന്നെ ഇവിടെ കയറാം, പക്ഷേങ്കിൽ ഇവനുമായിട്ട് ഒരു കാരണവശാലും ഈ പടിക്കകത്ത് കയറാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അച്ചു പറഞ്ഞു, അമ്മ എന്തൊക്കെയമ്മ പറയണേ, എൻ്റെ കഴുത്തിൽ താലി ആർത്തിയാളെ ശ്രീഹരി എന്ന് പറയണം. ഇവന് ഏതവനാണല്ലോ എനിക്ക് കുഴപ്പമില്ല, പക്ഷേങ്കിൽ നിന്നോടപ്പം ഈ വീട്ടിലേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ ആരുടെ അനുമതി ഇല്ലാതെയാ ഇവൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു നിമിഷം താലി കെട്ടാൻ വേണ്ടി കഴുത്ത് കുണിച്ചു കൊടുത്തവളാ നീ. അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമല്ലായിരുന്നോ? നീ ആ താലി വലിച്ചു പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറയണം. ഇത് കേട്ട് അച്ചു ഒന്ന് ശ്രീഹരിനെ നോക്കുകയാണ്. സ്വാതി പറഞ്ഞു, അതെ ഒരിക്കലും സാധ്യമല്ലമ്മേ, എനിക്ക് ഈ താലി വലിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് പറയണം. സ്വാതിയല്ല അച്ചു പറഞ്ഞു. ഈ സമയം
സ്വാതി ഇങ്ങനെ നോക്കുവാണ്. സ്വാതി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചി ചേച്ചി എന്തിനാ താലി കഴുത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കാര്യമുണ്ടോ? അതും കൂടെ വലിച്ചു പൊടിച്ച് കളയാൻ പറയാണ്. ഇത് കേട്ടപ്പോൾ പിന്നെ ശ്രീഹരി അച്ഛൻ്റെ നേരെ നോക്കി. അച്ഛൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ എന്ത് വേണം തീരുമാനം എടുക്കാം. ആ താലി വലിച്ചു പൊട്ടിക്കണമെങ്കിൽ അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പാം. ഞാനായിട്ട് അച്ഛനെ തടയത്തില്ല എന്ന് പറയണം. അപ്പോഴേക്കും ഋതു പറഞ്ഞു, എന്നാൽ ചുണയുണ്ടെങ്കിൽ നീ അത് വലിച്ചു പൊടിച്ച് കളയടാ. നീ ഒരാണാന്ന് ഞാൻ പറയാം. അല്ലെങ്കിലും ഒരു പെണ്ണിനെ സ്വന്തമാക്കാണ്ട് നീ എന്ത് നാടകമാടാ കളിച്ചത്? ഈ വീട്ടിലെ പൊന്നും പണവും എല്ലാം കണ്ടിട്ടല്ലേടാ നീ ഇവളുടെ കഴുത്തിൽ താലി ആർത്തിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട ശ്രീഹരി പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ സ്വത്ത് മോഹിച്ചിട്ടല്ല ഒരിക്കലും അവളുടെ കഴുത്തിൽ താലി ആർത്തിയത്. അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് അച്ഛന് നന്നായിട്ട് അറിയുക തന്നെ ചെയ്യാം. പിന്നെ താലി വലിച്ചു പൊട്ടിക്കാനായിട്ട് എനിക്ക് ഒരിക്കലും സമ്മതമല്ലെന്ന് പറയണം. ആ താലിയുടെ അടുത്തേക്ക് കൈകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും വിചാരിച്ചോണ്ടെന്ന് ഇപ്പം അവൻ പൊട്ടിച്ച് കളയുന്ന. പക്ഷേങ്കിൽ ശ്രീഹരി താലി പൊട്ടിച്ചില്ല. ശ്രീഹരി പറഞ്ഞു, അച്ചു നിനക്ക് വേണമെങ്കിൽ എന്നോടൊപ്പം വരാം. ഞാൻ ആരുമില്ലാത്തവനാ, ഏതുമില്ലാത്തവനാ. പൂർണ്ണ പറഞ്ഞു, അതേടാ നിനക്ക് ആരുമില്ല ഏതുമില്ല. അങ്ങനെയുള്ള ഒരുത്തനെ എൻ്റെ അച്ഛൻ്റെ വരനായിട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ ഭർത്താവായിട്ട് സങ്കല്പിച്ച് നിന്നെ ഇങ്ങോട്ട് കയറ്റി താമസിപ്പിക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോണെന്ന് പറയണം. കണ്ടില്ലേ പൂർണ്ണിയമ്മ പറഞ്ഞേ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ അച്ഛൻ എന്ന് ശ്രീഹരി ചോദിക്കുക. ഇത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല അല്ല ശ്രീഹരി, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ പോരുവാണെങ്കിൽ നിന്നോടൊപ്പം പോരുന്നുള്ളൂ. ഒരു കാരണവശാലും ഇവിടെ നിൽക്കത്തില്ല. ഞാനിപ്പോൾ നിന്റെ ഭാര്യയാണ്. ഞാൻ നിന്നോടൊപ്പം അല്ലേ ജീവിക്കണ്ടേ എന്ന് പറയണം. അപ്പോഴേക്കും ബേബി ചേച്ചി അങ്ങോട്ടൊരു നിലവിളക്കൊക്കെ ആയിട്ട് വരുവാണ്. ബേബി ചേച്ചി വിളക്കായിട്ട് വന്നപ്പോഴത്തേന് പൂർണ്ണിമ വെച്ചു, ബേബി നീ അതെ ഞാൻ ഇവരെ അകത്തേക്ക് കയറ്റാൻ പോവാ. ഇനിയിപ്പോൾ പൂർണ്ണിമ കയറ്റിയില്ലെങ്കിൽ ഞാൻ അകത്തേക്ക് കയറ്റുമെന്ന് പറയണം. ഇതേ ഒരു കാര്യം ചെയ്യുക, അതിനേക്കാളും ഭേദം പൂർണ്ണിമ തന്നെ ഈ വിളക്ക് കൊളുത്തി അങ്ങോട്ട് കയറ്റുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ്. പൂർണ്ണിമ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ബേബി നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. ഋതു ചോദിച്ചു, നിങ്ങളിതൊക്കെ കാണിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കോ? ഓ ഇപ്പം ഞാൻ ആരെന്ന് ഋതുമോക്ക് സംശയം ഉണ്ടായിരിക്കും. എന്നെ ചോദ്യം ചെയ്യാനും വളർന്നല്ലേന്ന് ചോദിക്കാം. അന്നൊരു കാര്യം മനസ്സിലാക്കിയോ, എന്നെ ചോദ്യം ചെയ്യാനായിട്ട് വളർന്നിട്ടൊന്നുമില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല ഇവൻ ആരുമില്ലെന്ന്, ഇവൻ്റെ അമ്മയെ ഞാനെന്ന് പറയാം. ശ്രീഹരിയുടെ അച്ഛനെ കണ്ണു നിറഞ്ഞുപോയി. എന്താ എൻ്റെ മകനാ ഇവന്. ഇവൻ്റെ അച്ഛനെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവനെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് ചോദിക്കുക. അത് കേട്ടത് പൂർണ്ണിമയ്ക്ക് സഹിച്ചില്ല. പൂർണ്ണിമ വന്നിട്ട് ആ വിളക്കം കൂടെ ഊതി കെടുത്തുവാണ്. ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇറങ്ങാം ശ്രീഹരി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോഴേക്കുമാണ് ഒരു കാറ് വന്നിരിക്കുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, സേതുവും പല്ലവിയും കൂടെ ആയിരുന്നു. അവർ വന്നിട്ട് ചല്ല നിങ്ങളിതെങ്ങോട്ടാന്ന് ചോദിക്കുക. ഞങ്ങളിവിടെ നിൽക്കുന്നില്ല എന്ന് പറയാണ്. ഞങ്ങൾ പോവാന്ന് ശ്രീഹരി പറയും. പോകാൻ എങ്ങോട്ട്? ഇത്രയും കാലം എവിടെ വേണമെങ്കിലും കിടക്കായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ലല്ലോ. അച്ചു എൻ്റെ കൂടെ ഉണ്ടല്ലോ. കണ്ടിടത്ത് കടത്തിണ്ടേലൊന്നും കിടക്കാൻ പറ്റില്ലോ. ഞാൻ താമസിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ അച്ചു കാണുമെന്ന് പറയണം. പെട്ടെന്ന് തന്നെ മാധവൻ പറഞ്ഞു, അതെ നിന്റെ ഭാര്യ അവള്, നിങ്ങളിനി ഒരിടത്തേക്കും പോകുന്നില്ല, നിങ്ങൾ ഇവിടെ താമസിക്കണ്ടേന്ന് പറയണം. വാടാന്നും പറഞ്ഞുകൊണ്ട് ശ്രീഹരിയുടെ കൈ പിടിച്ച് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് ചെല്ലണം. അപ്പോൾ പൂർണ്ണിമ ചെങ്ങോടാ? പൂർണ്ണിമേ എന്നോട് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും തീർത്തോ, പക്ഷെ ഇവരോട് തീർക്കരുത്. ഇവരെ അകത്തേക്ക് കയറ്റണം. ദേ പൂർണ്ണിമയുടെ മോളും മരുമോനല്ലേ ഇന്ന് വയ്ക്കും. മോളും മരുമോനും വന്നൊക്കെന്ന് പോലും സമ്മതമില്ലാതെ കല്യാണം കഴിച്ചോ, മര്യാദയ്ക്ക് ഇറക്കിക്കൊണ്ട് പൊക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, അങ്ങനെ ഇറക്കിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അവള് ഈ വീട്ടിലെയാന്ന് പറയണം. പ്രധാൻ പറഞ്ഞു, അവകാശം പറഞ്ഞുകൊണ്ട് വരുവാണ്ടാന്ന് ചോദിക്കും. അതെ അങ്ങനെ തന്നെ അന്ന് കൂട്ടിക്കോ. അച്ചു പറഞ്ഞു, വേണ്ട വലിയേട്ടാ, എനിക്ക് വേണ്ടിയിട്ട് ഇനി ഇവരോട് വഴക്കടിക്കാൻ പോകണ്ട, ഞങ്ങൾ എങ്ങോട്ടേക്കും പൊയ്ക്കോളെന്ന് പറയണം. അത് വേണ്ട, കാരണം പൊന്നുമടത്തിലെ മാധവമേനൻ്റെ മകളാ, നീ അവിടെ എവിടെയെങ്കിലും പോയി താമസിക്കേണ്ടവളല്ലെന്ന് പറയണം. ഇവർക്കെല്ലാം ഉള്ളവരെ അവകാശം തന്നെ നിനക്കും ഈ കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് അകത്തേക്ക് കയറാൻ പറയണം. പക്ഷേ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ സമയം പല്ലവി എന്നിട്ട് പൂർണ്ണിമയോട് പറഞ്ഞു, പൂർണ്ണാമേ സമ്മതിക്ക് പൂർണ്ണാമയെന്ന് പറയണം, അവരകത്തേക്ക് കയറട്ടെ എന്ന് പറയാം. അതെ നിനക്ക് വേണമെങ്കിൽ അകത്തേക്ക് കയറാൻ പല്ലവി, എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. പക്ഷെങ്കിൽ ഒരു കാരണവശാൽ ഇവരെ ഞാൻ അകത്തേക്ക് കയറ്റില്ലെന്ന് പറയണം. ഇവനെയും കയറ്റത്തില്ല, ഇവൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് സേതുവിനെ നോക്കിക്കൊണ്ട് പറയണം. പെട്ടെന്ന് പല്ലവി ഇന്ന് സേതുവേട്ടനോട് പറഞ്ഞു, സേതുവേട്ടാ ഞാൻ അകത്തേക്ക് കയറാൻ പോകുന്നില്ല, ഞാൻ പുറത്തേക്ക് തന്നെയാണ് പോകുന്നത്. സേതുവേട്ടൻ എവിടെയുണ്ടോ ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പം ഞാൻ അകത്ത് കയറി താമസിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു, അതെ പല്ലവി നമ്മൾ എങ്ങോട്ടും പോകുന്നില്ലെന്ന് പറയണേ. എങ്ങോട്ടും പോകുന്നില്ലേ? അതെ നമ്മൾ അകത്തേക്ക് തന്നെ കയറുന്നതെന്ന് പറയണം. അങ്ങനെ ചെന്നിട്ട് പൂർണ്ണിമയുടെ മുന്നിൽ അങ്ങ് നിൽക്കുകയാണ്. അതെ മാധവമ്മേൻ്റെ ഒരു മകനാണ് ഞാൻ, സേതുമാധവൻ. എനിക്കിവിടെ അവകാശമുണ്ട്, വിൽപത്രത്തിൽ എൻ്റെ അവകാശം എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയാനായിട്ട് പൂർണ്ണാമയ്ക്ക് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുക തന്നെ. ഞാൻ മാത്രമല്ല അച്ചും ശ്രീഹരിയും ഒക്കെ ഇവിടെ തന്നെ താമസിക്കണമെന്ന് പറയണം.
ഇതോടെ പൂർണ്ണിമ വെച്ച് നീ എന്നെ വെല്ലുവിളിക്കുകയാണെന്ന് നിൽക്കും. വെല്ലുവിളിയാണെങ്കിൽ അങ്ങനെ കരുതിക്കോ. എന്നെ തടയാൻ പറ്റുന്ന ആരാണെങ്കിൽ തടഞ്ഞോളാൻ പറഞ്ഞിട്ട് മുണ്ട് മടക്കി കുത്തി അങ്ങോട്ട് നിൽക്കുകയാണ്. പ്രതാപൻ ഒരു നിമിഷം ഒന്ന് നോക്കി. പ്രതാപന് മിണ്ടാൻ പോലും പറ്റിയില്ല. എന്ത് പറയാൻ പറ്റും? കാരണം ഒരു കാരണവശാലും തടയാൻ പറ്റില്ല. ഇവന് അവകാശമുള്ളതാണല്ലോ. അപ്പോഴേക്കും ബേബിച്ചേച്ചി എന്ത് ചെയ്യണം, ആ വിളക്കായിട്ട് അങ്ങോട്ട് വന്നു. വിളക്ക് വീണ്ടും പോയി കത്തിച്ചുകൊണ്ട് വന്നു. പല്ലവിയും ശ്രീഹരിയും എല്ലാവരും കൂടെ നോക്കി നിൽക്കുകയാണ്. ബേബിച്ചേച്ചി കൊണ്ടുവന്ന് വിളക്ക് അച്ഛൻ്റെ കൊടുത്തിട്ട് മോളെ അകത്തേക്ക് കയറാൻ പറയാണ്. അങ്ങനെ വിളക്കും മേടിച്ച് അച്ചു അവരുടെ അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാലങ്ങോട്ട് വലിക്കുകയാണ് പൂർണ്ണിമ. പക്ഷേങ്കിൽ ഒന്നും മടിച്ചില്ല. അച്ചു ശ്രീഹരിയും കൂടെ അകത്തേക്ക് കയറുവാണ്. അപ്പോൾ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളാണ് ഇന്ന് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.